നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഓരോ പ്രധാനപ്പെട്ട സെന്ററുകളിലും എത്രത്തോളം ഷോസ് ഓടുന്നുണ്ട്, അതുപോലെ തന്നെ ഒക്യുപ്പൻസി എന്താണ്, ഓവറോൾ ഒക്യുപ്പൻസി എന്താണെന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. സാധാരണ ഇതെല്ലാം നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യാറ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് രണ്ടും മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് പോട്ടെ എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ബസൂക്കയുടെ ഒക്യുപ്പൻസി നമ്മൾ നോക്കുന്ന സമയത്ത് കൊച്ചിയിൽ 110 ഷോസ് ആണ് സിനിമ കഴിഞ്ഞ ദിവസം ഓടിയത്. അതായത് ശനിയാഴ്ചത്തെ കണക്കുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 110 ഷോസ് ആണ് സിനിമ ഓടിയത്. ഓവറോൾ ഒക്യുപ്പൻസി കാണിക്കുന്നത് 67% ആണ്. നൈറ്റ് ഒക്യുപ്പൻസി കാണിക്കുന്നത് 87%. അതായത് നൈറ്റ് ഷോസിൽ നല്ല രീതിയിൽ തന്നെ ആളെ സ്വീകരിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഓവറോൾ ഒക്യുപ്പൻസി 67 എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളക്ഷൻ വരുന്നുണ്ട് സിനിമയ്ക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. കൊച്ചിയിൽ നിന്ന് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ കൊച്ചിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതും കൂടി, കാരണം പൈസ കൂടുതലായതുകൊണ്ട് അതിന് സാധിക്കും എന്നുള്ളതും കൂടി ഇവിടെ മനസ്സിലാക്കുക. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ 88 ഷോയാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് ഒക്യുപ്പൻസി 71% ഉണ്ട്. ഓവറോൾ ഒക്യുപ്പൻസി 46.25 ഉള്ളൂ. അതായത് രാത്രി കാലങ്ങളിൽ നല്ല രീതിയിൽ തിരുവനന്തപുരത്തും ആളെ കയറ്റാൻ സാധിക്കുന്നുണ്ട് സിനിമയ്ക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് 62 ഷോയാണ് ഓടുന്നത്. 71% തന്നെയാണ് നൈറ്റ് ഒക്യുപ്പൻസി കാണിക്കുന്നത്. 51.50 ഓവറോൾ ഒക്യുപ്പൻസി. ഒരു സ്റ്റാൻഡേർഡ് ഒക്യുപ്പൻസി സിനിമയ്ക്ക് കോഴിക്കോട് നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. തൃശ്ശൂർക്ക് വരുന്ന സമയത്ത് 66 ഷോയാണ് പടം ഓടുന്നത്. 48 ആണ് അവിടുത്തെ ഓവറോൾ ഒക്യുപ്പൻസി കാണിക്കുന്നത്. 69 ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൃത്യമായിട്ട് ഞാനിവിടെ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 69 എന്നാണോ അതോ 39 എന്നാണോ എഴുതിയേക്കണമെന്ന് തോന്നുന്നില്ല. 39 എന്തായാലും ആവത്തില്ല, 69 ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തൃശ്ശൂർ നൈറ്റ് ഒക്യുപ്പൻസി ഞാൻ പറയാതെ വിടുന്നു. ഓവറോൾ ഒക്യുപ്പൻസി 48 കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നൈറ്റ് ഒക്യുപ്പൻസി കുറയാനുള്ള സാധ്യതയില്ല. കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് 32 ഷോയാണ് കൊല്ലത്ത് ഓടുന്നത്. നൈറ്റ് ഒക്യുപ്പൻസി 83% നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. 56% ഓവറോൾ ഒക്യുപ്പൻസി. കൊല്ലത്ത് നല്ല രീതിയിൽ തന്നെ പടം ഓടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് 16 ഷോയാണ് അവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. 35 ആണ് ഓവറോൾ ഒക്യുപ്പൻസി കാണിക്കുന്നത്. പക്ഷെ നൈറ്റ് ഒക്യുപ്പൻസി 74% കാണിക്കുന്നുണ്ട്. അത് വലിയ ഒരു ഒക്യുപ്പൻസി ആണെന്നും കൂടി ഓർക്കുക. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ എല്ലാ കാലത്തും ആലപ്പുഴയിൽ സിനിമകളെല്ലാം തന്നെ വലിയ ശോകമാണ് ഓടുന്നത്. ആലപ്പുഴയിൽ 26 ഷോസ് ആണ് ഓടുന്നത്. 32 ആണ് ഓവറോൾ ഒക്യുപ്പൻസി കാണിക്കുന്നത്. 62% നൈറ്റ് ഒക്യുപ്പൻസി കാണിക്കുന്നത്. ഇനി കേരളത്തിലെ മൊത്തത്തിലുള്ള ഒക്യുപ്പൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഷോയ്ക്ക് 29.67% ഒക്യുപ്പൻസിയും, ആഫ്റ്റർനൂൺ ഷോയ്ക്ക് 34.07% ഒക്യുപ്പൻസിയും, ഈവനിംഗിൽ 42.74% ഒക്യുപ്പൻസിയും, നൈറ്റ് ഷോസിന് 52.61% ഒക്യുപ്പൻസിയുമാണ് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് സിനിമ ശരാശരി അഭിപ്രായം കിട്ടിയ സിനിമയ്ക്ക് കിട്ടുന്ന ശരാശരി ഒക്യുപ്പൻസി തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല സിനിമയ്ക്ക് ഇപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ തന്നെ പോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒക്യുപ്പൻസിയുടെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. നൈറ്റ് ഒക്യുപ്പൻസി മാത്രമായിരിക്കും നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കുക. കാരണം നൈറ്റിൽ ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. അത്യാവശ്യം നല്ല ആള് കയറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബുക്ക് ചെയ്തിട്ടായിരിക്കും പോവുക. ഓക്കെ, അതും കൂടി ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിൽ വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.